ഫക്ക് ഇറ്റ്. എന്താ പറയുക, പോസ്റ്റ് ചെയ്യണം വേണമെന്നൊക്കെ ആരെന്ത് വിചാരിക്കാൻ അബി, ആരും ഇത് കാണാൻ പോലും പോകുന്നില്ല. സോ വൈ ഡു കെയർ അബൌട്ട് എനി ഓഫ് ദിസ് തിങ്സ്. പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ജന്തർ മന്ദറിൽ നടക്കുന്ന കുറേ പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ചാൾ കഴിയുമ്പോൾ കെട്ടടങ്ങും. എല്ലാം അങ്ങനെയാണ്. കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ കത്തി നിൽക്കും, ആൾക്കാർക്ക് ന്യൂസ് ആകുന്നതും ന്യൂസ് കാണാൻ ആൾക്കാർക്ക് താല്പര്യമുള്ളിടത്തോളം കാലം. അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മറന്നു പോകും. അങ്ങനെയാണ് നമ്മുടെ എല്ലാം ജീവിതം. ഞാനെന്തിനാ ഇതൊക്കെ ഇപ്പം പറയുന്നത് വെച്ചാൽ, എന്തെങ്കിലും പറയണ്ടേ. എന്തെങ്കിലും പറയണ്ടേ. സോ അതാണ് ഇപ്പോഴത്തെ ഒരു ആഗമന നിഗമന സന്ധി. നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. 1ാം ക്ലാസ് തൊട്ട് +2 വരെ 12th വരെ നമുക്ക് കൺഫ്യൂഷനൊന്നും ഇല്ല. കാരണം നമുക്കറിയാം ഒരു സീക്വൻസ് ഉണ്ട് എല്ലാത്തിനും. പക്ഷേ 12th കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ എല്ലാം ജീവിതം മാറുന്നത്. പിന്നെ എന്താ ഓരോ കാര്യവും, ജീവിതം എങ്ങോട്ട് പോകും, ഇഷ്ടമുള്ള എന്തുവാ. ഇത്രയും ഈ 25 കൊല്ലം ഞാൻ ജീവിച്ചത് നോർമലായിട്ടല്ലേ? ഈ 25 കൊല്ലവും ഞാൻ ജീവിച്ചത് നോർമലായിട്ടല്ലേ? എനിക്ക് അത്രയ്ക്ക് വലുതായിട്ടുള്ള എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? ഇപ്പം ഞാൻ ഈ ധൃതി വയ്ക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നെട്ടോട്ട് ഓടുന്നതും, അല്ലെങ്കിൽ എന്നെ തന്നെ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നതും എല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ആകാതെ പോകുമെന്ന് ഓർത്തിട്ടാണ്. ആൻഡ് അങ്ങനെയുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സമാധാനം കാണത്തില്ല. നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ ഏറ്റവും വലിയ സഹായിയും ഏറ്റവും വലിയ ശത്രു. ഇതിടയ്ക്ക് പ്രാന്താക്കും. ഇപ്പം ഈ ജോലി വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകണം എന്നൊരു തോന്നലുണ്ട്. ജോലി വിട്ട് കഴിഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. നോക്കാനാണെങ്കിൽ എൻ്റെ അമ്മയുണ്ട്. ഞാൻ ജോലി നിർത്തിയാൽ ഞാനും അമ്മയും പട്ടിണിയാവും. ഇതാരും കേൾക്കാൻ വേണ്ടിയൊന്നുമല്ല, ഇത് നീ തന്നെ എടുത്ത് നോക്കാൻ വേണ്ടിയാണ് നിന്നോട് പറയുന്നത്. നീ മനസ്സിലാക്കണം, നമുക്കിപ്പോൾ സംസാരിക്കാൻ നിലവിൽ ആരുമില്ല കൂടെ, ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നീ തന്നെ നിന്നോട് സംസാരിച്ചേ മതിയാവും, അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്തായി പോകും. ഇപ്പം ഈ സംസാരിക്കുന്ന തന്നെ ഞാൻ വേറെയും ഈ സംസാരിക്കുന്ന ഈ ക്യാമറയിലുള്ള ആൾ വേറെയാണെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ട്. ഞാനും 2 ഞാനുള്ളത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയുന്നത്, ജോലി വിടടാ പ്ലീസ്. ജോലി വിടബി. ജോലി വിടാൻ എളുപ്പമാണ് സുഹൃത്തെ. ഇത് കിട്ടാൻ 1.5 കൊല്ലം പണ്ടാറടങ്ങി പഠിച്ചിട്ടാണ് കിട്ടിയത്. ഇത് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ എടുത്തേട് വിടാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണ് നീ സഹിച്ച് ജീവിച്ചേ പറ്റൂ. നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ അവന്മാർ ചിലപ്പം ലേറ്റായിട്ട് നിൽക്കണം, ആ കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്യണം. കാരണം നീയൊക്കെ അവൻ്റെ അടിയിലാണ്, ഏറ്റവും അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, ഏറ്റവും ലോ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുകളിലിരിക്കുന്നവന്മാർ പറയുന്ന കേട്ടേ മതിയോ, വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അമ്മ എന്ത് വിചാരിക്കും, നീ എന്ത് വിചാരിക്കും, പോകാൻ പറ, ഇറങ്ങടാ പ്ലീസ്. നീ ഇനി ഇവിടെ നിൽക്കണ്ട. ഇപ്പം നീ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കും? ഓരോ വട്ടവും നീ എന്നോട് പറയുന്നു, നിനക്ക് തന്നെ അറിയത്തില്ല നീ നിൻ്റെ ജീവിതം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഫിസിക്സ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എക്സാം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം വെച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? ആക്ഷൻ എടുക്കണം, അതിന് വർക്ക് ചെയ്യണം. അല്ല ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ജീവിതത്തിലൊന്നും. അത് മനസ്സിലാക്കണം, അതൊക്കെ മനസ്സിലാക്കണം പ്ലീസ്. കല്യാണം കഴിക്കണമെന്നോ പെട്ടെന്ന് സെറ്റിലാണെന്നോ ഒന്നും എൻ്റെ മനസ്സിലില്ല. എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം.
എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്കിഷ്ടമുള്ളതായിരിക്കണം. എനിക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഫിസിക്സാണ്. അന്ന് ഫിസിക്സ് പഠിക്ക്. 100 വട്ടം ചോദിക്കുന്നതല്ല, നിനക്ക് തന്നെ അറിയാം നീ എന്താ ചെയ്യേണ്ടത്. ഇനിയും ചോദിച്ച് സമയം കളയാതെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുക, വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ആയിപ്പോകും നമ്മുടെ ജീവിതവും സമയമെല്ലാം. ഇനിയും പറയാം, എനിക്ക് വയ്യ.